തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? വേറൊന്നും നോക്കിയില്ല, നേരെ ബാഗ് എടുത്തിറങ്ങി തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പ് റൂട്ട് ബസ് കയറി അവിടുന്ന് നായനാർ റോഡ് എന്ന സ്ഥലത്ത് ഇറങ്ങി നേരെ ഓട്ടോറിക്ഷ കയറി വിട്ടു കുന്നിൻ മുകളിലേക്ക്, അതായത് കുന്നിൻ മുകളിലെ സ്വർഗം കാണാൻ. പണ്ട് കൂട്ടുകാരൊത്ത് നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വഴികളിലൂടെ ഒന്നുകൂടി ഒരു യാത്ര, പല ഓർമ്മകളും അയവിറക്കിക്കൊണ്ട്. അങ്ങനെ പ്രധാന കവാടത്തിലെത്തി. ഈ ഒരു കവാടം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച വെരി ബ്യൂട്ടിഫുള്ളാണ്. പണ്ട് കോളേജ് ബസ്സിലിരുന്നിട്ട് സൈഡ് സീറ്റിലിരുന്ന് ഈ കവാടം കഴിഞ്ഞതിന് ശേഷം ദൂരെ നിരനിരയായി നിൽക്കുന്ന കുന്നുകളും അതിനിടയിൽ കൂടെ തെന്നി നീങ്ങുന്ന മേഘങ്ങളും മഞ്ഞു മൂടിയ പ്രഭാതവും ഉദിച്ചു നിൽക്കുന്ന സൂര്യനും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ആ കാഴ്ച കാണാൻ വേണ്ടി എന്നും ബസ്സിലെ സൈഡ് സീറ്റിലിരുന്നിട്ട് അങ്ങോട്ട് നോക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഓട്ടോയിലായതുകൊണ്ട് അതൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പോയ സമയം കുറച്ച് ലേറ്റായിരുന്നു. ഞാൻ പറ്റുകയാണെങ്കിൽ വേറൊരു ദിവസം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് കോളേജിലേക്ക് വന്ന ആവശ്യം ഇന്ന് നടക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇനി ഒരു ദിവസം കൂടെ പോകേണ്ടതുണ്ട്. പക്ഷേ കോളേജിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇനി ജസ്റ്റ് പോയിട്ട് അത് വാങ്ങിക്കുകയേ വേണ്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തിരിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് സമയം കുറച്ച് കുറവായിരുന്നു. ദാറ്റ്സ് വൈ എനിക്ക് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് നേരെ തിരിച്ച് കുന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ എത്തി ബസ് കയറിയതിന് ശേഷം നേരെ തലശ്ശേരിക്ക് തിരിച്ചു വന്നു. ഇന്നത്തെ ഡേ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് വീട്ടിൽ അമ്മയുടെയും അനിയത്തിയുടെയൊക്കെ പ്രഷർ കാരണം ജിമ്മിലേക്ക് പോയി. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം കേട്ടോ ജിമ്മിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ മടി ഉണ്ടായിരുന്നു. നേരെ ജിമ്മിലെത്തി വർക്കൗട്ട് തുടങ്ങി. ആൻഡ് ഐ ഫീൽ സോ ലേസി ടുഡേ. ആൻഡ് കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. ജിമ്മിൽ നിന്ന് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ, സോ വീട്ടിലെത്തിയപ്പം സ്പെഷ്യൽ കർക്കിടക കഞ്ഞി ഉണ്ടായിരുന്നു. അതും കുടിച്ച് നല്ലൊരു കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ പോവുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ സ്ലീപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.